വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ഫസ്റ്റ് Mcom കുട്ടികളുടെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ബുക്കാണ് നമ്മൾ ഇനി തൊട്ട് നമ്മൾ അതും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുൻപ് Mcomൻ്റെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ പോർഷൻ നീങ്ങില്ല. അപ്പോൾ അത് ചാപ്റ്റർ 1 നോക്കാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അത് നോക്കാം. മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും UG പഠിച്ച കുട്ടികൾക്ക് BCom അല്ലെങ്കിൽ BBA പഠിച്ച കുട്ടികൾക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. അതൊക്കെ തന്നെയാണ് ഇതിലും ഇപ്പോൾ PG ക്ലാസ്സിലോട്ട് വരുമ്പോഴും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഈ നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട്, അതായത് നമ്മൾ ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ച ആ ബുക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വരെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. അത്രയ്ക്ക് സിമിലറാണ് സിലബസ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ഇൻട്രൊഡക്ഷനാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 2 ലാൻഡ്മാർക്ക് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് സ്റ്റഡി. അതായത് മാനേജ്മെൻറ്റ് സ്റ്റഡിയിലത്തെ മെയിൻ 2 ലാൻഡ്മാർക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക്കേഷൻ ഓഫ് ക്ലാസിക്കൽ ഇക്കണോമിക് ഡോക്ട്രൈൻ ബൈ ആഡം സ്മിത്ത് ഇൻ 1776 ടൈറ്റിൽഡ് വെൽത്ത് ഓഫ് നേഷൻസ്. അതായത് 1776 ക്ലാസിക്കൽ ഇക്കണോമിക് ഡോക്ട്രൈൻ ആഡം സ്മിത്തിൻ്റെ ഡോക്ട്രൈൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1776 പബ്ലിഷ് ചെയ്തത്. അതിൽ പറയുന്നത് എന്താണ്? ഇൻ വിച്ച് സ്മിത്ത് ഹാസ് ആർഗ്യൂഡ് ദാറ്റ് ദ ഇക്കണോമിക് അഡ്വാൻറ്റേജ് ദ ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റീസ് വുഡ് ഗെയിൻ ഫ്രം കൺസെപ്റ്റ് ആർ. അതായത് ഓർഗനൈസേഷനും സൊസൈറ്റിന്നും ഇക്കണോമിക്കലി കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് 2 കൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. A എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ദാറ്റ് പ്രൊമോട്ടഡ്. B എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ്. അതായത് ഡിവിഷൻ ഓഫ് ലേബറും സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് മേജറായിട്ടുള്ള ഓർഗനൈസേഷനും സൊസൈറ്റിന്നും കിട്ടുന്ന ഇക്കണോമിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഡോക്ട്രൈനിൽ 1776 പബ്ലിഷ് ചെയ്തതിൽ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റായിട്ട് പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ തന്നെ C സ്പെഷ്യലൈസ്ഡ് ടാസ്ക് അലോട്ട്മെൻറ്റ്. അതായത് ഓരോ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ടാസ്കുകളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ടൈം മെഷർമെൻറ്റ് ഇൻ റിലേഷൻ ടു ദ ക്വാണ്ടം ഓഫ് വർക്ക് പെർഫോംഡ്. അതായത് നമ്മൾ പെർഫോം ചെയ്യുമല്ലോ വർക്ക്, അതിനനുസരിച്ചിട്ട് എത്ര നേരം പെർഫോം ചെയ്തു, അങ്ങനത്തെയൊക്കെ ടൈം മാനേജ്മെൻറ്റ്, ടൈം ബേസിസ് വേജ് കൊടുക്കുന്ന ആ രീതി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഈ കൺക്ലൂഡഡ് ദാറ്റ് ദ ഡിവിഷൻ ഓഫ് വർക്ക് വുഡ് ബെനിഫിറ്റ് ഇൻ ഹയർ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി. അതായത് ഡിവിഷൻ ഓഫ് വർക്ക് എന്നത് കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ക്വാളിറ്റി ഓഫ് വർക്ക്, ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം അല്ലേ. ക്വാളിറ്റിയിൽ ഓഫ് വർക്ക് ഭയങ്കരമായിട്ട് കൂടും, പിന്നെ പ്രൊഡക്ടിവിറ്റിയും നല്ലോണം കൂടും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് അത് ഡിവിഷൻ ഓഫ് ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് 18th century, അഡ്വെൻറ്റ് ഓഫ് മെഷീൻ പവർ ആൻഡ് സബ്സീക്വൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് infrastructural facilities to railroad transportation, communication network, formation of corporations worldwide, promoted requirement of people having increased managerial skill and formalized management practices which gave birth to the formal theme of management in early 1900s. അതായത് ഇതിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ട് 18th century ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്. അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ, പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് നെറ്റ്വർക്ക്സ്, പിന്നെ ഒരുപാട് കോർപ്പറേഷൻസ് ഫോം ചെയ്തു. പിന്നെ സ്കില്ലുള്ള ആൾക്കാർക്ക് വേൾഡ് വൈഡ് ഒരു റിക്വയർമെൻറ്റ് വന്നു. അതായത് ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോൾ സ്കില്ലുള്ള ആൾക്കാരുടെ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആവശ്യകത കൂടുതൽ വന്നു. പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മാനേജീരിയൽ സ്കിൽസ് കൂടി. പിന്നെ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, അതായത് ആൾക്കാർ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കുറച്ചുകൂടെ ഡീപ്പിൽ പോകേണ്ടി വരും. പിന്നെ വിച്ച് ഗേവ് ബർത്ത് ടു ദ ഫോർമൽ തീം ഓഫ് മാനേജ്മെൻറ്റ്. അതായത് 1900s മാനേജ്മെൻറ്റ് ഫോർമൽ ഒരു തീമിലോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. എന്താണ് ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറയാമല്ലോ നമുക്ക്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. Peter F. Drucker defines management is an organ. Organs can be described and defined only through their function.
അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനേഷനാണ് അല്ലേ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ് ആണ്. ആ ഓർഗൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഓർഗൻസിൻ്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമായിട്ടാണ് അല്ലേ എന്താ പറയുക അതിൻ്റെ പെർഫോമൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നതും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത് ഈ ഡെഫിനിഷനിൽ. നെക്സ്റ്റ് പോയിൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇക്കണോമിക് റിസോഴ്സ്. It is the force which assemble and integrate other factors of production, namely labor, capital and material. മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രേഷനാണ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷനാണ് അല്ലേ. അപ്പോൾ അത് സൊസൈറ്റിയിലുള്ള ലേബർ, ക്യാപിറ്റൽ, മെറ്റീരിയൽ അതിനൊക്കെ ഒരു ഏകീകരിക്കുന്ന ഒരു സംഭവമാണ്. ഏറ്റവും വലിയ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്കിത് പറയാനായിട്ട് സാധിക്കുക മാനേജ്മെൻറ്റിൻ്റെ. ഗോൾ ഓറിയൻറ്റഡ്. സെക്കൻഡ് വൺ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് വർക്കേഴ്സ് ടു അച്ചീവ് ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു കോർഡിനേഷൻ, വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ എന്നുള്ളൊരു വികാരം ഉണ്ടാക്കിയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാം. അടുത്തത് ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ് ഫങ്ഷൻസ് പ്ലാനിങ്. അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പ്രോസസ്സുകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ. അടുത്തത് ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് ഹാർമണൈസ് ദ ഇൻഡിവിജ്വൽ ഗോൾ വിത്ത് ദ ഓർഗനൈസേഷൻ ഗോൾ ഫോർ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രേഷൻ, അതായത് ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷനും ഗോൾസും കൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക റിസൾട്ടിന് വേണ്ടിയിട്ട്. അടുത്തത് സിസ്റ്റം ഓഫ് അതോറിറ്റി എനേബിൾ ദ മാനേജേഴ്സ് ടു പെർഫോം ദെയർ ഫങ്ഷൻ എഫക്റ്റീവ്ലി. അതായത് അതോറിറ്റി, അവർക്കൊരു പവറും അതോറിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുള്ളൂ എന്ന് പറയുന്നു. അടുത്തത് സിക്സ്ത് വൺ നോക്കൂ, മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ്. മാനേജ്മെൻറ്റ് ഗ്രോൺ ആസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ടേക്കിംഗ് ഹെൽപ്പ് ഓഫ് മെനി ഡിസിപ്ലിൻസ് സച്ച് ആസ് എഞ്ചിനീയറിംഗ്, ആന്ത്രോപോളജി എക്സെട്ര. അതായത് മൾട്ടി ഡിസിപ്ലിനറി ആണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനേജ്മെൻറ്റ് ഗ്രോൺ ആസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ടേക്കിംഗ് ഹെൽപ്പ് ഫോർ സോ മെനി ഡിസിപ്ലിൻ സച്ച് ആസ് എഞ്ചിനീയറിംഗ്, ആന്ത്രോപോളജി. അതായത് പല ഡിസിപ്ലിനിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്സ് ആൻഡ് സയൻസ് അങ്ങനെ പറഞ്ഞിട്ട് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പല ഡിസിപ്ലിനേഷൻസ് അങ്ങനെ അതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കബിൾ ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്, എഡ്യൂക്കേഷൻ, മിലിറ്ററി. എല്ലാ ഫേമിലും നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അനിവാര്യമാണ്. മാനേജ്മെൻറ്റ് ഇല്ലാണ്ട് ഒന്നും എവിടെയും നടക്കാൻ പോകുന്നില്ല. അടുത്തത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു മാനേജ്മെൻറ്റ് തോട്ട്സ്. മാനേജ്മെൻറ്റ് തോട്ട്സ് ഒരുപാടുണ്ട് അല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിന് ഇന്ന് സ്കൂൾസ് ഉണ്ട്, നമ്മൾ ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്ലാസിക്കൽ സ്കൂൾ ഡിവൈഡഡ് ഇൻറ്റു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ്, ബിഹേവിയറൽ മാനേജ്മെൻറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ്. 4 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്കൂൾ, അപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ടു എ പ്രോബ്ലം ഓഫ് മാനേജ്മെൻറ്റ്. അതായത് സയൻറ്റിഫിക് മെത്തേഡിനെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കേസിലോട്ട് അപ്ലിക്കേഷൻ വരുന്നു. അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള മേജർ ആൾക്കാരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊഫസർ ചാൾസ് ബാബേജ്, നമുക്കറിയാം അല്ലേ, ഫാദർ ഓഫ് കമ്പ്യൂട്ടറാണ്. അദ്ദേഹം എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോൾ കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഹി അർജ്ഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് ആക്യുറേറ്റ് ഡാറ്റ ഒബ്റ്റൈൻഡ് ത്രൂ റിജിഡ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് റിജിഡ് ഇൻവെസ്റ്റിഗേഷൻ കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ആക്യുറേറ്റ് ഡാറ്റ അതാണ് ആൾ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ദ ഡിസൈറബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് ടൈം ഈച്ച് ഓപ്പറേഷൻ ഇസ് റിപ്പീറ്റഡ് ഈച്ച് അവർ, ദ ഡിവൈഡിങ് ഓഫ് വർക്ക് ഇൻ ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട്, ദ ഡിറ്റർമൈനിങ് ഓഫ് ദീസ് precise cost of every process and the paying of a bonus to the workers in proportion to his own efficiency and the success of enterprise. പിന്നെ ആളുടെ കുറച്ചും കൂടെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെ മേഖലകളിലാണ് മാനേജ്മെൻറ്റിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് കോൺട്രിബ്യൂഷൻസ് വരുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് ഡിസൈറബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് ടൈം ഈച്ച് ഓപ്പറേഷൻ ഇസ് റിപ്പീറ്റഡ് ഈച്ച് അവർ. അതായത് ഒരു ഓപ്പറേഷൻ ഈച്ച് അവറിൽ എത്ര ടൈം ചെയ്യുന്നു അങ്ങനത്തെ ഒരു കണ്ടുപിടുത്തം.
പിന്നെ ഡിവൈഡിങ് ഓഫ് വർക്ക് ഇൻ ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട്. അതായത് വർക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. ഇപ്പോൾ വർക്ക് ഡിവിഷൻ മെൻ്റലി എന്താ പറയുക ഫിസിക്കലി അവരുടെ എഫേർട്ട് അനുസരിച്ചിട്ടുള്ള വർക്ക് ഡിവിഷൻ. പിന്നെ ഡിറ്റർമൈനിങ് ഓഫ് ദിസ് പ്രിസൈസ് കോസ്റ്റ് ഓഫ് എവരി പ്രോസസ്സ്. അതായത് എന്ത് പ്രോസസ്സിൻ്റെയും കോസ്റ്റ് അത് ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ പേയിങ് ഓഫ് എ ബോണസ് ടു ദ വർക്കേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ഹിസ് ഓൺ എഫിഷ്യൻസി ആൻഡ് ടു ദ സക്സസ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ആൾക്ക് എങ്ങനെ ബോണസ് കൊടുക്കുക, ആൾക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കിയാലും പോരാ, നമ്മുടെ ഓർഗനൈസേഷന് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാലും പോരാ. ആളുടെ വർക്ക് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഓർഗനൈസേഷനും ബെനിഫിറ്റ് ഉണ്ടാവണം. അതിനനുസരിച്ച് ബോണസ് കൊടുക്കുമ്പോൾ ആൾക്കും അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, ടെക്സ്റ്റിൽ ഒരുപാടുണ്ട്, നിങ്ങളതൊന്ന് ഫുള്ള് നോക്കണം. ഇത് ജസ്റ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പെട്ടെന്ന് എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് FW ടൈലർ ആണ്. നമുക്കറിയാം വെരി ഇമ്പോർട്ടൻറ്റ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ടൈലർ കൺക്ലൂഡഡ് ദാറ്റ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ് എ കമ്പ്യൂട്ടർ മെൻ്റൽ റിവല്യൂഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലർ എന്താണ് പറയുന്നത്, അതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് എ കംപ്ലീറ്റ് മെൻ്റൽ റെവല്യൂഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഒരു മെൻ്റൽ റെവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള മെൻ്റൽ റെവല്യൂഷൻ നടക്കാതെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഹെൻറി ഗാൻറ്റ്. ആളെന്താണ് പറയുന്നത് നോക്കാം. 3rd one ആണ് കേട്ടോ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലത്തെ. ഗാൻറ്റ് ഡിവൈസ്ഡ് ഓൺ ഇൻസെൻറ്റീവ് സിസ്റ്റം ദാറ്റ് ഗേവ് വർക്കേഴ്സ് എ ബോണസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ് ഇൻ ലെസ് ടൈം ദാൻ ദ അലോവഡ് സ്റ്റാൻഡേർഡ്. അതായത് ഗാൻറ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് സിസ്റ്റം നല്ല രീതിയിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ, അതായത് വർക്കേഴ്സിൻ്റെ ആണെങ്കിലും ഒരു എഫിഷ്യൻസി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ ലെസ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഗാൻറ്റ് എക്സ്പാൻഡഡ് ദ സ്കോപ്പ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടു എൻകമ്പോസ് ദ വർക്ക് ഓഫ് മാനേജേഴ്സ് ആസ് വെൽ ആസ് ദാറ്റ് ഓഫ് ഓപ്പറേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സ്കോപ്പ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ, അതായത് മാനേജേഴ്സിൻ്റെ വർക്കും പിന്നെ അവരുടെ ഓപ്പറേഷൻസിൻ്റെയും ഒരു ഓപ്പറേഷൻസും ആണ് ഇങ്ങനെ എന്താ പറയുക നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഫ്രാങ്ക് ആൻഡ് ലിലിയൻ ഗിൽബ്രത്ത് അവർ പറയുന്നത് the scientific motion scheme noted the relationship between type of frequencies of motion and the creation of workers fatigue. Identify that unnecessary arcade motions were a waste of workers energy. അതായത് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് എന്താ പറയുക വേരിയസ് മോഷൻ ക്ലാസിഫിക്കേഷൻ സ്കീം ഫോർ ദ വേരിയസ് മോഷൻ 17 ബേസിക് ഹാൻഡ് മോഷൻസ് ഡെവലപ്പ് ചെയ്തത്. യൂസ് ടു കംപ്ലീറ്റ് എ ജോബ് റെഫറിങ് എ മോഷൻ ആസ് എ ദർബ്ലിങ്ക്. പിന്നെ ഇതിൽ ദ ക്ലാസിഫിക്കേഷൻ ഡിസൈൻ കവേർഡ് സച്ച് ആസ് മോഷൻ ആസ് ഗ്രാസ്പിംഗ്, മൂവിങ്, ഹോൾഡിംഗ്. ദിസ് scheme allowed him to more precisely analyze the exact elements of workers and movement. അതായത് ഇവർക്ക് വർക്കേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് 17 ബേസിക് ഹാൻഡ് മോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം ഇവരാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അതിൽ പറയുന്നത് ദ സയൻറ്റിഫിക് മോഷൻ സ്കീം നോട്ടഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈപ്പ് ആൻഡ് ഫ്രീക്വൻസീസ് ഓഫ് മോഷൻ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് വർക്കേഴ്സ് ഫാറ്റിക്. അതായത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈപ്സ് ആൻഡ് ഫ്രീക്വൻസി മോഷൻ, അതായത് മോഷൻ്റെ ടൈപ്സും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ വർക്കേഴ്സിൻ്റെ ഫാറ്റിക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ എന്താ പറയുക
എന്തൊക്കെയാണ് വർക്കേഴ്സിൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്ന മോഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. ബൈ എലിമിനേറ്റിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് മോഷൻ ആൻഡ് ഫോക്കസിങ് on appropriate motion, the Gilbreth methodology reduces work fatigue and improve workers performance. ബേസിക് ആയിട്ട് ഇത്രേ വരുന്നുള്ളൂ. അതായത് വർക്കേഴ്സിൻ്റെ ക്ഷീണമൊക്കെ കുറച്ചും കഴിഞ്ഞിട്ട് അവരുടെ പെർഫോമൻസ് കൂട്ടുന്നു. ഇതാണ് ഇവരുടെ കണ്ടുപിടുത്തം. അടുത്ത സ്കൂളാണ് കേട്ടോ, നമ്മുടെ ഫസ്റ്റ് സയൻറ്റിഫിക് സ്കൂൾ കഴിഞ്ഞ് അടുത്തതാണ് ഓർഗനൈസേഷണൽ സ്കൂൾ. ഓർഗനൈസേഷണൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫോർ മാനേജിങ് ദ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റിൻ്റെ എന്താ പറയുക, ഫുള്ള് കംപ്ലീറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ്, അതാണ് ഈ ഓർഗനൈസേഷണൽ സ്കൂളിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ മേജർ ഇമ്പോർട്ടൻറ്റ് വൺ ഹെൻറി ഫയോൾ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഹി കൺസെപ്റ്റലൈസ്ഡ് ദ മാനേജീരിയൽ ജോബ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജസ് സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ്. അതായത് മാനേജീരിയൽ ജോബിന് ഒരു സീരീസ് പോലെ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തു, ലൈക്ക് ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ്. ഹി കോൺട്രിബ്യൂട്ടഡ് 14 പ്രിൻസിപ്പിൾ ടു മാനേജ്മെൻറ്റ് ഫിലോസഫി. മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ 14 പ്രിൻസിപ്പിൾസ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് മാക്സ് വെബറിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം. വെബർ റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദിസ് ഐഡിയൽ ബ്യൂറോക്രസി ഡിഡ്ന്റ് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. He used it as a basic for theorizing about work and the way that work would done in larger group. വെബറുടെ എന്താണെന്ന് നോക്കാം. വെബർ ഡെവലപ്ഡ് എ തിയറി ഓഫ് അതോറിറ്റി സ്ട്രക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് അതോറിറ്റി റിലേഷൻ. അതായത് ഒരു എന്താ പറയുക, തിയറി ഓഫ് അതോറിറ്റി സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ഡിസ്ക്രൈബ് ചെയ്തു. അതായത് അതോറിറ്റി റിലേഷൻ്റെ ബേസിലാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഹി ഡിസ്ക്രൈബ്ഡ് ആൻ ഐഡിയൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് ഹി കോൾഡ് എ ബ്യൂറോക്രസി. അതായത് ഐഡിയൽ ടൈപ്പ് ഓർഗനൈസേഷൻ ഐഡിയൽ ടൈപ്പിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തു. അതിനെ അദ്ദേഹം ബ്യൂറോക്രസി എന്നാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ എ ഫോം ഓഫ് ഓർഗനൈസേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിവിഷൻ ഓഫ് ലേബർ. അത് ബ്യൂറോക്രസി എന്ന് പറഞ്ഞ ആൾ ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ബേസിൽ ഉള്ളൊരു ഫോമാണ് ബ്യൂറോക്രസി. പിന്നെ ക്ലിയർലി ഡിഫൈൻഡ് ആസ് ഹൈറാർക്കി. ഒരു ഹൈറാർക്കി ഉണ്ടാവുമല്ലോ, പിന്നെ അതിൽ ലൈക്ക് ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ആ ഹൈറാർക്കിയിൽ. പിന്നെ ഇംപേഴ്സണൽ റിലേഷൻഷിപ്സും ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൽ പറയുന്നത് ആക്ച്വലി ഈ ബ്യൂറോക്രസി അത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി യൂസ്ഡ് ഇറ്റ് ആസ് എ ബേസിസ് ഓഫ് തിയറൈസിങ് അബൌട്ട് വർക്ക് തിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് എ വർക്ക് ദാറ്റ് കുഡ് ബി ഡൺ ഇൻ ലാർജ് ഗ്രൂപ്പ്. അതായത് ഒരു വർക്ക് ലാർജ് ഗ്രൂപ്പിൽ നടക്കണമെങ്കിൽ ഇങ്ങനൊരു സംഭവം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അടുത്തത് പറയുന്നത് ജെയിംസ് ഡി മൂണി ആൻഡ് അലൻ സി റെയ്ലി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ, അതാണ് ഇതിൽ മേജറായിട്ട് വരുന്നത്. അതായത് ആ ഒരു ടൈമിൽ 1931 കേട്ടോ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് യു എസ് എൽ തിയറി ആൻഡ് പ്രാക്ടീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ കണ്ടൻറ്റഡ് ദാറ്റ് ആൻ എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സർട്ടൻ ഫോമൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രിമൈസസ്. അതായത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന് ഫോമലായിട്ടുള്ള പ്രിൻസിപ്പിൾസും പ്രിമൈസസും ആവശ്യമാണ്. പിന്നെ 2 മെയിനായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് വരെ തന്നിട്ടുണ്ട്. ദ എംപ്ലോയീസ് വുഡ് ക്രിയേറ്റ് ആൻഡ് യൂട്ടിലൈസ് പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം എന്താ പറയുക ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്യാനും. പിന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോസസ്സ്, അതാണ് മെയിനായിട്ട് ഓർഗനൈസേഷൻ്റെ 2 മെയിൻ എന്താ പറയുക വ്യൂ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റർ ബെർണാർഡാണ്. ചെസ്റ്റർ ബെർണാർഡിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ദ ഫങ്ഷൻ
He proposed ideas that bridged classical and human resource viewpoint. ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് വ്യൂ പോയിന്റിൽ വരുന്നതാണ്. Bernard believed that organizations were made up of people with the interacting social relationship. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ എന്താ പറയുക ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എത്തരത്തിലുള്ള പീപ്പിൾ വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിലനിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻസ് ഉള്ള ആളുകളെ വെച്ചിട്ടാണ് എന്താ പറയുക ഈ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. ദ മാനേജേഴ്സ് മേജർ ഫംഗ്ഷൻ വേർ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് സബോർഡിനേറ്റ് ടു ഹയർ ലെവൽ ഓഫ് എഫേർട്ട്. പിന്നെ മാനേജറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് സബോർഡിനേറ്റിനെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യണം, അവരായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് അവരുടെ വർക്ക് എഫിഷ്യൻസി കൂട്ടണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാനേജേഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഹെർബർട്ട് എ സൈമൺ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഹി പെർസീവ്ഡ് ദ മോഡേൺ മാനേജർ ആസ് ബീയിങ് ലിമിറ്റഡ് ഇൻ ഹിസ് നോളജ് ഓഫ് എ പ്രോബ്ലം ആൻഡ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ടു ഹിം ഓൾസോ ലിമിറ്റഡ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോഡേൺ മാനേജറിൻ്റെ ഒരു നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പിന്നെ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളതും ലിമിറ്റഡ് ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ദസ് ദ മാനേജർ ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ നോട്ട് ആൻ ഇക്കണോമിക് മാൻ. അത് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് മാനാണ്, അല്ലാതെ ഇക്കണോമിക് മാൻ അല്ലല്ലോ. who make a decision amid bounded rationality and selects not maximizing alternative. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ബിഹേവിയർ സ്കൂളാണ്. ബിഹേവിയർ സ്കൂൾ എന്താണെന്ന് നോക്കാം. ദ സ്കൂൾ ഓഫ് ബിഹേവിയറൽ മാനേജ്മെൻറ്റ് തിയറി ഇൻവോൾവ്ഡ് ഇൻ റെക്കഗ്നീഷൻ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. മെയിനായിട്ട് ഇതിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. റോബർട്ട് ഓൺ ഹി ക്യാരിഡ് ഔട്ട് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് മെനി സോഷ്യൽ റിഫോംസ്. ഒരുപാട് സോഷ്യൽ റിഫോംസ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഐഡിയ ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. ഒരുപാട് പുതിയ ഐഡിയാസ് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഷോർട്ടർ വർക്ക് അവേഴ്സ്, ഹൗസിംഗ് ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, പ്രൊവിഷൻ ഓഫ് ക്യാൻറ്റീൻ, ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, ഹൈജീൻ. അതായത് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. അടുത്തത് ഹ്യൂഗോ മൺസ്റ്റർബർഗ്. ഇതിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഡെവലപ്ഡ് എ സൈക്കോളജി ലബോറട്ടറി അറ്റ് ഹാർവർഡ്. പിന്നെ സൈക്കോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഹി ആർഗ്യൂഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ടു ഐഡൻറ്റിഫൈ ദ ജനറൽ പാറ്റേൺ ആൻഡ് ടു എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് ഈ ഒരു ടൈമിൽ കൂടുതൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സോഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇതിലിപ്പോൾ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തിട്ടുള്ള സൈക്കോളജി ആൻഡ് ഇൻഡസ്ട്രി, അതായത് സൈക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി അത് ഈ എന്താ പറയുക ഈ ജനറൽ പാറ്റേൺസിനെയും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയും തീർച്ചയായും എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ദാസ് ഹിസ് കൺസേൺ ഫോർ ദ ഹ്യൂമൻ സൈഡ് ഓഫ് ബിസിനസ് ലെറ്റ് ഹിസ് പിയേഴ്സ് ടു കൺസിഡർ ഹിം ടു ബി എ ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തത് ജോർജ് എൽട്ടൺ മയോ. അദ്ദേഹത്തിൻ്റെയാണ് കൺസെപ്റ്റുകൾ പറയുന്നത്. മയോസ് കോൺട്രിബ്യൂഷൻ ടു മാനേജ്മെൻറ്റ് തോട്ട് ലൈസ് ഇൻ ദ റെക്കഗ്നീഷൻ ഓഫ് ഫാക്ട് that workers' performance is related to psychological, sociological, physical factors. അതായത് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് എപ്പോഴും സൈക്കോളജിക്കൽ, ഫിസിക്കൽ, സോഷ്യോളജിക്കൽ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. മയോ ആൻഡ് ഹിസ് അസോസിയേറ്റ് കൺക്ലൂഡഡ് ദാറ്റ് ന്യൂ സൊസൈറ്റി സെറ്റിംഗ് ക്രിയേറ്റഡ് ബൈ ദ ടെസ്റ്റ് ഹാഡ് അക്കൗണ്ടഡ് ഫോർ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. അതായത്
ന്യൂ സൊസൈറ്റി സെറ്റിംഗ് ക്രിയേറ്റഡ് ബൈ ദ ടെസ്റ്റ്. അവരെ ടെസ്റ്റ് വഴി ഒരു ന്യൂ സൊസൈറ്റി സെറ്റിങ്സ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് വളരെയധികം സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ദ ഫൈൻഡിങ് ഈസ് നോൺ ആസ് ഹാത്രോൺ എഫക്റ്റ് ഓർ ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ. അവരുടെ ഫൈൻഡിങ്സിനെ പറയുന്ന പേരാണ് ഹോത്രോൺ എഫക്റ്റ് ഓർ ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ഹു ആർ സിംഗിൾഡ് ഔട്ട് ഫോർ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. അടുത്തത് മേരി പാർക്കർ ഫോലറ്റ്. ആളുടെ നമുക്ക് കൺസെപ്റ്റുകൾ എന്താണെന്ന് നോക്കാം. ഹെർ ഹ്യൂമനിസ്റ്റിക് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, പവർ ആൻഡ് അതോറിറ്റി. അതായത് ഇവരുടെ ഐഡിയാസ് കൂടുതൽ ഈ പറഞ്ഞ പോലെ അവരുടെ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, പവർ, അതോറിറ്റി അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനാണ് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ദ ഫോളോഡ് ബിഹേവിയർ model of control being sponsored by and oriented towards the group, while self-control existed by both individual and the group ultimately resulted both sharing the power. അതായത് ഈ എന്താ പറയുക ഫോളോഡ് ബിഹേവിയർ മോഡൽ ഓഫ് കൺട്രോളിങ് എന്ന് പറയുന്ന സംഭവം അത് എന്താ പറയുക സ്പോൺസർഡ് ബൈ ആൻഡ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ ഗ്രൂപ്പ്, വൈൽ സെൽഫ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ ബോത്ത് ഇൻഡിവിജ്വൽ. പിന്നെ ആളുടെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രൂപ്പ് ഇസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രൂപ്പാണ് നല്ല അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക നല്ല കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഷീ ബിലീവ് ദാറ്റ് ഗ്രൂപ്പ് വേർ ദ മെക്കാനിസംസ് ത്രൂ വിച്ച് പീപ്പിൾ കുഡ് കമ്പൈൻ ദർ ഡിഫറെൻറ്റ് ടാലൻറ്റ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ. കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടാലൻറ്റ് ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്താ പറയുക പല ഗ്രൂപ്പ്സും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലാണ് പല ടാലൻസും കമ്പൈൻ ചെയ്യുന്നിടത്താണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. പിന്നെ she defined as the community in which managers and subordinated could work in harmony. അതായത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം, എന്നാലാണ് എല്ലാവർക്കും സബോർഡിനേറ്റ്സിനും മാനേജേഴ്സിനൊക്കെ ഒരു ഹാർമണിയിൽ വർക്ക് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ മാസ്ലോൻ്റെ തിയറി നമ്മളിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. അതിലിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഫിസിയോളജിക്കൽ സേഫ്റ്റി, സോഷ്യൽ, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. അതൊരു ഹൈറാർക്കി തിയറിയാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ, ഒരു ഇങ്ങനെ ഒരു നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൽ പല സ്റ്റേജസൊക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. അടുത്തത് ഡഗ്ലസ് മാക് ഗ്രിഗർ. ഇതിൽ നിന്ന് പറയുന്നത് XY തിയറി X&Y കേട്ടിട്ടുണ്ടാവും. ഇതിൽ ആൾ പറയുന്നത് മാക് ഗ്രിഗർ ആർഗ്യൂഡ് ദാറ്റ് മാനേജേഴ്സ് ഷുഡ് ഷിഫ്റ്റ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് മാൻ ആൻഡ് വർക്ക് വിച്ച് ഹി ടേംഡ് തിയറി X ടു എ ന്യൂ ഹ്യൂമൻ വ്യൂ ഓഫ് എ മാൻ, വർക്ക് വിച്ച് ഹി ടേംഡ് തിയറി Y. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു മാക്ഗ്രിഗർ തിയറി X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ വാസ് ലേസി ആൻഡ് വർക്ക് വാസ് ബാഡ്, സോ ദേ വർ ബോത്ത് പെസിമിസ്റ്റിക് ആൻഡ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി X അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ഹാവ് ലിറ്റിൽ ആംബിഷൻ. അതായത് ആളുടെ തിയറിയാണ് കേട്ടോ തിയറി Xൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പീപ്പിൾ അസംഷനാണ് ലിറ്റിൽ ആംബിഷനെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയുക വർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാതെ ഇരിക്കുക, പിന്നെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെയാണ് Xൻ്റെ ഒരു തിയറി Xൽ പറയുന്നത്. തിയറി Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വ്യൂ, ലൈക്ക് നേരെ ഓപ്പോസിറ്റ്, മറ്റേ Xൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് തിയറി X&Y. അതിൽ അദ്ദേഹം അതുവഴി പറയുന്നത് മാക്ഗ്രിഗർ ആർഗ്യൂഡ് ദാറ്റ് മാനേജർ ഷുഡ് ഷിഫ്റ്റ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് മാൻ ആൻഡ് വർക്ക് വിച്ച് ഹി ടേംഡ് തിയറി X ടു എ ന്യൂ ഹ്യൂമൻ വ്യൂ ഓഫ് മാൻ ആൻഡ് വർക്ക് വിച്ച് ഹി ടേംഡ് തിയറി Y. അതായത് മാനേജർ ഈ തിയറി X എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലുള്ള ആൾക്കാരെ തിയറി Y എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നാണ് ബേസിക്കലി പറയുന്നത് കേട്ടോ. തിയറി Xും Y എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂൾ വർ പ്രൈമറി ഫോക്കസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ദ എൻഡ് റിസൾട്ട് ഓഫ് പ്രോബ്ലം അനാലിസിസ് വിൽ ഇൻക്ലൂഡ് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് മാനേജീരിയൽ ആക്ഷൻ. അതായത് ഡയറക്റ്റ് ഫൈനൽ പ്രോബ്ലം അനാലിസിസിൻ്റെ അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാനേജീരിയൽ ആക്ഷൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്.
Based on economic decision theory, final action are chosen criteria as cost, revenue and rate of return on investment. ഇവരെങ്ങനെയാണ് ഡിസിഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആക്ഷൻ എന്തൊക്കെയായിരിക്കും? കോസ്റ്റ്, റവന്യൂ, റേറ്റ്, അതിൻ്റെയൊക്കെ ബേസിലാട്ടോ. കോസ്റ്റ്, ചിലവ്, വരവ്, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. യൂസ് ഓഫ് ഫോർമൽ മാത്തമാറ്റിക്കൽ മോഡൽ, പോസിബിൾ സൊല്യൂഷൻ ടു പ്രോബ്ലം ആർ സ്പെസിഫൈഡ് ആസ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. പിന്നെ മെയിനായിട്ട് ഇത് പറയുന്നത് ആൻഡ് ദെൻ അനലൈസ്ഡ് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്കൽ റൂൾസ് ആൻഡ് ഫോർമുലാസ്. മാത്തമാറ്റിക്കൽ റൂൾസ് ആൻഡ് ഫോർമുലാസ് ഒക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതിൽ കൂടിയാണ്, അതായത് കമ്പ്യൂട്ടറിന് അറിയാലോ നല്ല പ്രോസസ്സിങ് ക്യാപ്പബിലിറ്റി ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് വരുമ്പോൾ അതും യൂസ് ചെയ്യും. അടുത്ത സ്കൂൾ ഇൻ്റഗ്രേഷൻ സ്കൂളാണ്. ഇതിൽ പറയുന്നത് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ദ അറ്റംപ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ടു ഇൻ്റഗ്രേറ്റ് ദ ക്ലാസിക്കൽ തിയറി വിത്ത് മോഡേൺ ബിഹേവിയറൽ തിയറി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി ഇൻ ടു ഓവറോൾ ഫ്രെയിംവർക്ക് ദാറ്റ് യൂസ് ദ ബെസ്റ്റ് ഓഫ് ഈച്ച് അപ്രോച്ച്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ബിഹേവിയർ തിയറിയും മോഡേണും ട്രഡീഷണലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അപ്രോച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് അസ്യൂം അപ്രോച്ചസ്. These approaches assume that there is no best way to manage and all them have application to the practice of management. അതായത് ഇതൊക്കെ ഈ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സൊക്കെ നല്ല രീതിയിൽ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് കോണ്ടംപററി സ്കൂൾ. ഫൈനൽ വണ്ണാണ് കോണ്ടംപററി സ്കൂൾ. The contemporary school of management thought outlined the framework of studying the more recent trends in management practice. അതായത് ഇതെപ്പോഴും നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറയുമല്ലോ. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെൻഡ്സ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ തന്നെ സബ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റീസെൻറ്റ് എമർജൻസ് ഓഫ് എ ട്രൂലി ഗ്ലോബൽ ഇക്കണമി ഇൻ എഫക്റ്റിംഗ് എവറി മാനേജർ ഇൻ ദ വേൾഡ്. അതായത് ഗ്ലോബലൈസേഷനാണ്, ആഗോളവൽക്കരണമാണ് അല്ലേ. ലോകം തന്നെ ഒരു കുടക്കീഴിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് എമർജൻസ്, ദീസ് റീസെൻറ്റ് എമർജൻസ് ഓഫ് എ ട്രൂലി ഗ്ലോബൽ ഇക്കണമി ഈസ് എഫക്റ്റിംഗ് എവരി മാനേജർ ഇൻ ദ വേൾഡ്. അതായത് എല്ലാവർക്കും ഒരുപോലത്തെ എഫക്റ്റാണ് വരുന്നത് മാനേജേഴ്സിന് ഇത്തരത്തിലുള്ളൊരു ഇക്കണമിയിലെന്നാണ് പറയുന്നത്. These firms are those which are highly successful American firms that use many Japanese management practices. അതായത് അമേരിക്കൻ കമ്പനീസ് ആണ്, അമേരിക്കൻ ഫേംസ് ആണ്, പക്ഷേ ഒരു ജാപ്പനീസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആയിരിക്കും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം എംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് കരിയർ പാത്ത്, സ്ലോ ഇവാലുവേഷൻ ആൻഡ് പ്രൊമോഷൻ. ഇതൊക്കെയാണ് ഈ ഒരു ഫേംസിൻ്റെ പ്രത്യേകത. പിന്നെ നെക്സ്റ്റ് വൺ മാക്കിൻസി 7S. 7S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7S. അതൊക്കെയാണ് 7S മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റാഫ്, സ്റ്റൈൽ, സ്കിൽ, അതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതാണ് മേജർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വീഡിയോ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ലോങ് ആണ് കാര്യം. ഇതിപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂൾസ് ഒന്ന് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്കത് കൺഫ്യൂഷനാവും. ബാക്കിയുള്ള പോയിൻറ്റ്സ് നമുക്ക് ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് PDF അപ്പം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്